ജനുവരി മാസത്തെ കാർത്തികപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗം ഹരിപ്പാട് നഗരസഭാ ചെയർപേഴ്സൺ വൃന്ദ എസ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. ഹരിപ്പാട് താലൂക്ക് ആശുപത്രി ഡയാലിസിസിന് വിധേയമായ 2 പേർ മരണമടഞ്ഞത് സംബന്ധിച്ച വിഷയം യോഗം ചർച്ച ചെയ്തു. ഇത് സംബന്ധിച്ച് വിവിധ തലങ്ങളിൽ പരിശോധനകൾ നടന്നുവരികയാണെന്നും എത്രയും വേഗം ഡയാലിസിസ് പുനരാരംഭിക്കണമെന്നും ആശുപത്രി സൂപ്രണ്ട് യോഗത്തിൽ വിശദീകരിച്ചു. ജനുവരി മാസത്തെ താലൂക്ക് വികസന സമിതി യോഗം ഹരിപ്പാട് നഗരസഭാ ചെയർപേഴ്സൺ വൃന്ദ എസ് കുമാറിന്റെ അധ്യക്ഷതയിൽ കാർത്തികപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിലാണ് നടന്നത്. കാർത്തികപ്പള്ളി തഹസീൽദാർ LR ദീപു V യോഗത്തിന് സ്വാഗതം പറഞ്ഞു. കഴിഞ്ഞ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ വകുപ്പ് തലത്തിൽ അവലോകനം ചെയ്തു. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിന് വിധേയമായ 2 പേർ മരണമടഞ്ഞ സംഭവം സംബന്ധിച്ച വിഷയം യോഗം ചർച്ച ചെയ്തു. എന്നാൽ ഇത് സംബന്ധിച്ച് വിവിധ തലങ്ങളിൽ പരിശോധന നടന്നുവരികയാണെന്നും എത്രയും വേഗം ആശുപത്രിയിൽ ഡയാലിസിസ് പുനരാരംഭിക്കുമെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് വിശദീകരിച്ചു. ജൽജീവൻ മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് കുഴിക്കുന്ന ടാർ റോഡുകൾ പൂർവ്വസ്ഥിതിയിൽ ആക്കാത്തത് ഗതാഗതത്തിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. ഇക്കാര്യത്തിൽ ജൽജീവൻ മിഷൻ കൃത്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് നിർദ്ദേശം വന്നു. കുമാരപുരം വില്ലേജിൽ കരുവാറ്റ ഗേൾസ് ഹൈസ്കൂളിന് വടക്കുവശം പുറമ്പോക്ക് നികത്തുന്നതായി ഉന്നയിച്ചുകൊണ്ട് ലഭിച്ച പരാതിയിന്മേൽ പ്രാഥമിക പരിശോധന നടത്തിയെന്നും വില്ലേജ് റെക്കോർഡുകൾ പ്രകാരം പട്ടയഭൂമിയാണെന്ന് കണ്ടെത്തിയെന്നും റെക്കോർഡ് പ്രകാരം പുരയിടമാണെന്നും പട്ടയത്തിന്റെ സാധുത സംബന്ധിച്ച സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും ഭൂരേഖ തഹസീൽദാർ യോഗത്തെ അറിയിച്ചു. യോഗത്തിൽ ജനപ്രതിനിധികളായ VK നാഥൻ, സിന്ധു ശശി, മോഹൻകുമാർ, A ഷാജഹാൻ, CK ജയചന്ദ്രൻ എന്നിവരും MR ഹരികുമാർ, അഡ്വക്കേറ്റ് V ഷുക്കൂർ, KM ഇക്ബാൽ ഖാൻ, മുരളീധരൻ പിള്ള, ബേബി ജോൺ, ലിയാഖത്ത് പറമ്പിൽ എന്നിങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും വിവിധ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. CDNet ന്യൂസ് ഹരിപ്പാട്.